CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. മണലൂരിൽ യുവതിയെയും 1.5 വയസ്സുകാരിയായ മകളെയും കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർതൃ സഹോദരനും മാതാവും അറസ്റ്റിൽ. അന്തിക്കാട് കല്ലിടവഴി കിഴക്ക് ചോണാട്ട് വീട്ടിൽ അനിത, മകൻ അഷിൽ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുന്ന ഭൂമിയിൽ നിന്ന് തേക്കുമരം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന കേസിന്റെ പുറകിൽ ബാങ്കിന്റെ പ്രസിഡന്റും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ സുരേഷ് മമ്പറമ്പിലിന്റെ രാഷ്ട്രീയ പകപോക്കലാണെന്ന് ആരോപണം. കേസിലെ പ്രതികളായ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും UDF വേലൂർ മണ്ഡലം ചെയർമാനുമായ PP രാമചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് VT ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 330 ഗ്രാം MDMA-യുമായി രണ്ടുപേരെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ടൗൺ വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടി. ആൽത്തറ ഗോവിന്ദപുരം പൂരത്തിനിടയിൽ സ്ത്രീയെ ആക്രമിച്ച പ്രതി പിടിയിൽ. കുണ്ടനി പരപ്പിത്തറയിൽ വീട്ടിൽ വേലായുധൻ മകൻ 39 വയസ്സുള്ള ജയനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആരംഭിച്ചിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. NDRFന്റെ 2 ടീം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുന്നതായും മന്ത്രി വ്യക്തമാക്കി. കാനയിലൂടെ പോകുന്ന വേരുകൾ വെള്ളക്കെട്ടുണ്ടാക്കുന്നു എന്നാരോപിച്ച് തണൽ വിരിച്ചു നിന്നിരുന്ന കൂറ്റൻ ആൽമരം മുറിച്ചുമാറ്റി. എന്നാൽ മരത്തിന്റെ അവശിഷ്ടങ്ങൾ കാനയിൽ തന്നെ ഉപേക്ഷിച്ചത് പരിസരത്ത് വെള്ളക്കെട്ടുണ്ടാക്കുന്നതിന് കാരണമാകുന്നു. കേച്ചേരിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തയ്യൂർ സ്വദേശി ചീരോത്ത് വീട്ടിൽ 23 വയസ്സുള്ള ജിഷ്ണുവാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ നഗരസഭയുടെ ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നടത്തിപ്പ് 1ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ കുടുംബശ്രീയിലൂടെ ലഭിച്ചത് 1 കോടി രൂപയുടെ വരുമാനം. കോടിത്തിളക്കത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒത്തുകൂടി കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. തയ്യൂരിൽ നായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവിന് പരിക്കേറ്റു. തയ്യൂർ ചീരോത്ത് വീട്ടിൽ വിഷ്ണുവിനാണ് പരിക്കേറ്റത്. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു. രാവിലെ നട തുറക്കലിന് ശേഷം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന CV ജാക്സന്റെ നിര്യാണത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. വയലത്തൂർ താമരക്കുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തിയോടനുബന്ധിച്ച് NSS താലൂക്ക് യൂണിയന്റെ ആധ്യാത്മിക ഗ്രൂപ്പിന്റെയും NSS കരയോഗത്തിന്റെയും നേതൃത്വത്തിൽ നാരായണീയ പാരായണവും ആധ്യാത്മിക പ്രഭാഷണവും നടത്തി. NSS ഗുരുവായൂർ തിരുവെങ്കിടം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. കരയോഗ മന്ദിരത്തിൽ നടന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്ക് PC ചന്ദ്രശേഖരൻ ഇളയത് ആചാര്യനായി. രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യവുമായി കുന്നംകുളം ലയൺസ് ക്ലബ്ബും യങ് മേറ്റ്സ് ക്ലബ്ബും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജോസ് ഉദ്ഘാടനം ചെയ്തു. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ അവധിക്കാല ക്യാമ്പൊരുക്കി ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കുട്ടികളിലെ കായിക അഭിരുചി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് മികച്ച കായിക പരിശീലകരുടെ മേൽനോട്ടത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കത്തോലിക്ക കോൺഗ്രസ് മറ്റം ഫൊറോന പ്രസിഡന്റായി സെബാസ്റ്റ്യൻ ചൂണ്ടലിനെയും സെക്രട്ടറിയായി NJ ജെയ്മോനെയും തെരഞ്ഞെടുത്തു. ചൂണ്ടൽ സാന്തോം ഇടവക ദേവാലയത്തിൽ നടന്ന സമ്മേളനം രൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കൂത്തൂർ ഉദ്ഘാടനം ചെയ്തു. പാലുവായി നിയോ വിസ്ഡം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.